നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ പാസ്റ്റ് പേഴ്സണ് ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 കളേഴ്സാണ് എടുത്ത് വെച്ചേക്കുന്നത്. ബ്ലാക്കും യെല്ലോ റെഡ്, ഈ 3 കളേഴ്സ് എടുത്ത് ബ്ലാക്ക്, യെല്ലോ, റെഡ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും റെസനേറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ. അപ്പോൾ റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ സിറ്റുവേഷനോട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണോ പറയുന്നതെന്ന്. അപ്പോൾ ഫോഴ്സ് ചെയ്ത് അല്ലെന്ന് തോന്നുകയാണെങ്കിൽ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത്. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഉണ്ട്, അതിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഈ റീഡിംഗ് ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് എടുക്കുന്നത്. 2 പ്രാവശ്യവും ഇത് ഡിസ്കണക്റ്റ് ആയിട്ട് പോയി. അപ്പോൾ ബ്ലാക്ക് സെലക്ട് ചെയ്ത്, ബ്ലാക്കും യെല്ലോവും റെഡും ആണ് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കളേഴ്സ്. ബ്ലാക്കിൻ്റെ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾ പാസ്റ്റ് പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കും, ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻ എന്താണ്, പിന്നെ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, പിന്നെ അവരെന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാൻ കുറേ കാച്ച് വീണു. ഞാൻ അതെല്ലാം എടുക്കാൻ പോവുകയാണ്. ഇതും ഇത്രയും കാച്ചാണ് വീണത്. ഞാൻ എല്ലാ കാർഡും എടുക്കുകയാണ്. കാരണം അത് ആർക്കെങ്കിലുമൊക്കെ കേൾക്കേണ്ട കാര്യങ്ങളായിരിക്കും, നമ്മളായിട്ടത് കളയരുത്. അപ്പോൾ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയോടെ പെരുമാറുക. എന്ത് കാര്യം ചെയ്യുമ്പോഴും ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ഇമോഷണൽ കൺട്രോൾ ഇല്ലാത്തവർ കൺട്രോൾ കൊണ്ടുവരിക. നമ്മളുടെ ഇമോഷൻസിനെ കൺട്രോൾ, കാരണം അതുകൊണ്ട് പല പ്രശ്നങ്ങളും മറ്റുള്ളവർക്ക് ഉണ്ടാവും, നമ്മൾക്കും. അപ്പോൾ അതുകൊണ്ട് ഇമോഷൻസിൽ കൺട്രോൾ വയ്ക്കുക. പിന്നെ മറ്റുള്ളവരോട് വളരെ പൊളൈറ്റായിട്ട് സൗമ്യമായിട്ട് സംസാരിക്കുക. പിന്നെ ഉള്ളത് ജീവിതത്തിലൊരു ഡിസിപ്ലിനൊക്കെ കൊണ്ടുവരിക. പിന്നെ ചിലർ എന്തോ കാര്യം തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അത് ശരിയായിട്ടില്ല എന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട്. അവരോട് പറയുന്നത് ഇത് കറക്റ്റ് ടൈമാണ്, നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്തോളൂ എന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു കാർഡ് വന്നേക്കുന്നത്, നിങ്ങളെ തെറ്റുകൾ ചെയ്തിട്ടുള്ളവർ തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുക. അത് ഓർത്ത് റിഗ്രറ്റ് ചെയ്യുക മാത്രമല്ല, അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ അതിനെന്ത് പ്രതിവിധി ചെയ്യാൻ പറ്റും അതും നോക്കുക. പിന്നെ ഉള്ളിൽ പേടിയായിട്ടിരിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന പലരും ഉണ്ട്. മറ്റുള്ളവരെ ഈ എന്താ പറയുക, കൂടോത്രം അതൊക്കെ പറയില്ല, നീചശക്തികളിൽ നിന്നുള്ള ഉപദ്രവങ്ങളുള്ളവർ, അതൊരു ആ പേടി മാറ്റാൻ വേണ്ടിയിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. ഇവിടെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ലോർഡ് ഭൈരവനോട് പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. ബാക്കി എല്ലാവരും അവരവരുടെ വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിക്കുക. ഫാമിലിക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടിനേക്കാളും കൂടുതൽ ഇമോഷണൽ സപ്പോർട്ടാണ് വേണ്ടത്. അപ്പോൾ ഫാമിലിയായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ സാധിക്കാത്ത കുറച്ച് പേർക്കുള്ള റീഡിങ്ങാണ്. അപ്പോൾ ഇവരുടെ മനസ്സിൽ പണത്തിന് പുറകെ ഓടി വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണല്ലോ പണം ഉണ്ടാക്കുന്നത്, അപ്പോൾ പണമല്ലേ ഇമ്പോർട്ടൻ്റ് എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്ങാണ്. നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ടാണ് കൂടുതൽ വേണ്ടത്. പിന്നെ മഹാകാൽ, ഡിവൈൻ ടൈമിങ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡിവൈൻ ടൈമിങ് തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പലതരത്തിലുള്ള എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് ഉണ്ടാവാൻ തുടങ്ങും. പിന്നെ ഗുഡ് ഫോർച്യൂൺ, അപ്പോൾ നല്ല ഒരു സമയം നിങ്ങളുടെ വരുന്നുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് നല്ല ഒരു സമയം വരുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം മാറാനുള്ള സമയമായി കേട്ടോ. അപ്പോൾ ഇത് കുറേ പേർക്കുള്ള മെസ്സേജസ് ആണ് ഇതെന്ന് തോന്നുന്നുണ്ട്. അത് ഏതാണ് ആൾക്കാണ് വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ അതെടുക്കുക കേട്ടോ. ഇത് മെറ്റീരിയലിസ്റ്റിക് ഓറക്കിൾ മെസ്സേജാണ്. ഇതിലെന്താണ് വരുന്നതെന്ന് നോക്കാം. ഇതിനകത്തും വീണ് കുറച്ച് കാച്ച്.
അപ്പോൾ ഇവിടെ കാണിക്കുന്ന ഹോട്ടിനെസ് ഒരു കാർഡാണ് മറിഞ്ഞത്, മറ്റേ കാർഡ്സ് മറിഞ്ഞില്ല. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹോട്ടിനെസ് എന്ന് പറഞ്ഞാൽ അഹങ്കാരം, അഹന്ത. ഇപ്പോൾ സൗന്ദര്യമുള്ളവർക്ക് ചിലപ്പോൾ മറ്റുള്ളവരോടൊരു അഹങ്കാരം, മറ്റുള്ളവരെ കുറച്ച് കാണിക്കുക, ഞാൻ ആരൊക്കെയോ ആണ് എന്ന ഇത് പീക്കോക്കാണ്, മയില് ഭയങ്കര സൗന്ദര്യമുള്ള പക്ഷിയാണല്ലോ. അപ്പോൾ ഇതുപോലെ ചില ആൾക്കാരുണ്ട്, മനസ്സിലായോ? അവർക്ക് നമ്മൾ ഭയങ്കര കാണാൻ സൗന്ദര്യമുള്ള ആൾക്കാരാണ്, അപ്പോൾ മറ്റുള്ളവരോടൊക്കെ പുച്ഛമുള്ള പോലെ, സ്വന്തം സൗന്ദര്യത്തിൽ, ലുക്സിൽ അഹങ്കരിക്കുന്ന ആരോ, കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് നിങ്ങളുടെ പാസ്റ്റ് പേഴ്സണ് നിങ്ങളോടുള്ള എന്താ ഫീലിങ്സ് എന്ന് വെച്ചാൽ ആ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പാസ്റ്റ് പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ്. അപ്പോൾ ആദ്യം നമുക്ക് ആ പേഴ്സണിൻ്റെ ഓവറോൾ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ എനർജി, പാസ്റ്റ് പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? നിങ്ങളുടെ പാസ്റ്റ് പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? നിങ്ങളുടെ പാസ്റ്റ് പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? കാർഡ്സ് വീണു. പാസ്റ്റ് പേഴ്സണിൻ്റെ എനർജി കൺഫ്യൂഷനും, എല്ലാ കാർഡും നെഗറ്റീവാണ്, ഇല്ല. ഓക്കെ, ക്ലാരിറ്റി കിട്ടുന്നുണ്ട് നിങ്ങളുടെ പാസ്റ്റ് പേഴ്സണ്. അപ്പോൾ ഇപ്പോൾ കൺഫ്യൂഷൻ ഇല്ല. ആ പേഴ്സണ് ഭയങ്കര ക്ലാരിറ്റിയാണ്, ഒരു കാര്യത്തിൽ ഡിസിഷൻ എടുത്ത് കഴിഞ്ഞു. ചോയ്സസ് ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും അതിലൊന്നും ഡിസ്ട്രാക്റ്റഡ് ആവുന്നില്ല ഈ പേഴ്സൺ. അത് പക്ഷേ ഒരു ഡിസ്ഹാർമണി ഉണ്ട്. ഇപ്പോൾ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആളുകളോട്, അല്ലെങ്കിൽ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനോട് ഒരു കണക്ഷൻ കിട്ടുന്നില്ല ആ പേഴ്സണ്. ഒരു ഒറ്റയ്ക്കാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നേരത്തെ ഫ്രണ്ട്സിൻ്റെ അഭിപ്രായമൊക്കെ നോക്കുമായിരുന്നു, ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒന്നും അഭിപ്രായം നോക്കുന്നില്ല, ആരുടെയും അഭിപ്രായം എടുക്കുന്നില്ല. ഇപ്പോൾ ടീമിന് വേണ്ടിയിട്ടല്ല വർക്ക് ചെയ്യുന്ന ഈ പേഴ്സൺ. ടീം ഉണ്ടായിരുന്ന ടീം ഇവർ ഭയങ്കര എന്താ പറയുക, ഈ ടീമായിട്ട് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു ഈ പേഴ്സൺ. ഇപ്പോൾ പേഴ്സൺ ടീമിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്, കേട്ടോ. അപ്പോൾ അവരോട് അത്ര വലിയ ഹാപ്പി അല്ല ടീമായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. നേരത്തെ ടീം എന്ന് പറഞ്ഞാൽ ആ പേഴ്സൻ്റെ ഫ്രണ്ട്സ് ആവാം, ഫാമിലി ആവാം, അവർ ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ എന്തോ ഒരു ടവർ മൊമെൻ്റ് ഉണ്ടായി. പേഴ്സൺ പല വിശ്വാസങ്ങളുണ്ടായിരുന്ന ഒരാളാണ്, റിലേഷൻഷിപ്പിലായിരുന്നു, പക്ഷേ അവിടെ ഒരു ടവർ മൊമെൻ്റ് ഉണ്ടായി. അപ്പോൾ റിലേഷൻഷിപ്പ് ആയിരുന്നു എല്ലാം, ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്, പക്ഷെ അവിടെ ഒരു ടവർ മൊമെൻ്റ് വന്നു. അതുപോലെ തന്നെ അപ്പോഴാണ് അറിയാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ പണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇത് എന്ന്. അതാണ് ഇപ്പം ഈ പേഴ്സൺ ഇപ്പോൾ വേറൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഓൾമോസ്റ്റ് പോയി കഴിഞ്ഞു, കേട്ടോ. അപ്പോൾ എംപ്രസ് അവിടെ ഒരു അഹങ്കാരി ആയതുകൊണ്ടായിരിക്കും ഹോട്ടിനെസ് കാണിച്ചത്. ഈ പേഴ്സൺ ആണോ അഹങ്കാരം കാണിച്ചത് അല്ലെങ്കിൽ അവരാണോ എന്നറിയില്ല. എന്തായാലും ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് പാർട്ട്ണറാണോ അഹങ്കാരം കാണിച്ചതെന്ന് അറിയില്ല. എന്തായാലും ഇവിടെ ഗ്രോത്ത് ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്ന ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഡിസ്കണക്ഷനാണ്. ഇപ്പോൾ അത്ര വലിയ ഹാപ്പി അല്ല, ഒരുമിച്ചാണ്, കംപ്ലീറ്റ് ആയിട്ട് സെപ്പറേറ്റഡ് ആയിട്ടില്ല. പക്ഷെ ഒരു ടവർ വീണു. ഭയങ്കര സ്നേഹമാണെന്ന് വിചാരിച്ചിരുന്ന ഒരു സിറ്റുവേഷനിൽ ശരിക്കുള്ള കാര്യങ്ങൾ മനസ്സിലായത് പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലായി പേഴ്സണ്. അതാണ് പേഴ്സൻ്റെ ഓവറോൾ എനർജി. പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? പേഴ്സൺ കൺഫ്യൂഷനില്ല, അപ്പോൾ ക്ലാരിറ്റി കിട്ടി കുറേ കാര്യങ്ങൾക്ക്, കേട്ടോ. മിന്നുന്നതെല്ലാം ഇക്കരെ നിന്നപ്പോൾ അക്കരെ പച്ച എന്ന് പറഞ്ഞ് പോയ ആളാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാമോ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ്? ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? കുറേ കാഴ്ച വേണ്ടിട്ടുണ്ട്, എടുക്കാം നമുക്ക്. ഈ പേഴ്സൺ വിശ്വസിച്ചിരുന്നതെല്ലാം തെറ്റാണെന്ന് മനസ്സിലായി. അപ്പം ഈ പേഴ്സൺ എല്ലാം തിരിച്ച് ചിന്തിക്കുകയാണ്, കേട്ടോ. പക്ഷേ ഈ പേഴ്സൺ എന്തോ ഒരു കാര്യത്തിൽ ഒബ്സസീവാണ്. ഇവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഒബ്സസീവായിട്ട്, അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ തെറ്റാണ്, എല്ലാവരുടെയും ശരിക്കുള്ള സ്വഭാവം മനസ്സിലായി.
ഇപ്പോൾ കുറച്ചുകൂടെ ഒരു എടുത്തുചാട്ടമൊക്കെ കുറഞ്ഞു, കുറച്ചും കൂടെ മെച്ചുവേർഡായി പേഴ്സൺ. എടുത്തുചാട്ടം എല്ലാം കുറഞ്ഞു. അതുപോലെ വളരെ പ്ലെയർ എനർജി ആയിരുന്ന, ഒരു ഭയങ്കരമായിട്ട് ഫ്ലർട്ടിഷ് ആയിരുന്ന ആരോടും ഒരു എന്താ പറയുക, ആരോടും ഉഴപ്പാനായിട്ട് ഒരു മടിയില്ലായിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറിത്തുടങ്ങി, ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി ഈ പേഴ്സണ്. അപ്പോൾ പിന്നെ കാണിക്കുന്നത് ചതി, മറ്റുള്ളവർ കൂടെ ഉണ്ടായിരുന്നപ്പോഴും മുഴുവൻ ചതിക്കുകയായിരുന്നു. അവരെല്ലാം ഈ പേഴ്സൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം ഉണ്ടായിരുന്നവരാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ചിലർ സീക്രട്ടായിട്ട് വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഈ പേഴ്സണ് മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ ഒരു ബാലൻസ് ഇല്ല ലൈഫിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒബ്സസീവായിട്ട് ഒരു കാര്യത്തിൽ ഒരാളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രൊട്ടക്റ്റീവും കെയറിങ്ങുമായിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സണെ കുറിച്ചാണ് ഇപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൺ ചിന്തിക്കുന്നത്. വളരെ ഒബ്സസീവായിട്ട് ചിന്തിക്കുകയാണ്. പക്ഷേ ഡിസിഷൻ എടുത്തിട്ടില്ല. അതിനൊരു ഡിസിഷൻ എടുക്കണമെന്ന് ഈ പേഴ്സണ് ചിന്തയുണ്ട്. പക്ഷേ ഡിസിഷൻ എടുക്കാൻ ആയിട്ടില്ല. കാരണം ചിലപ്പോൾ നിങ്ങളെക്കുറിച്ചായിരിക്കും ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നത് ഭയങ്കര ഭീകരമായൊരു ടവർ മൊമെൻറ്റിൽ കൂടെ ആയിരിക്കും നിങ്ങളിൽ നിന്ന് അകന്നത്. അതിൻ്റെ കർമ്മഫലമായിരിക്കും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നല്ലാതെ ആക്ഷൻ എടുക്കാൻ ഈ പേഴ്സണ് ധൈര്യമില്ല. കാരണം ഇപ്പോൾ തൽക്കാലം ചിന്തിക്കുകയാണ്, ഇതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. തെറ്റായിപ്പോയി, കൂടെയുള്ളവരൊക്കെ ചതിക്കുകയായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഈ പേഴ്സൺ കേട്ടോ. തിരിച്ചു വരാനുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും ആയിട്ടില്ല ഇപ്പോൾ. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇനി ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഇപ്പോൾ ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ആ കാർഡ് തിരിച്ചു പോയി. ഇപ്പോൾ നിങ്ങളോട് ഈ പേഴ്സണുള്ള ഫീലിങ്സ് എന്താണ്? ഓക്കെ, ഈ പേഴ്സണ് നിങ്ങളോട് വഴക്കിട്ടത് കഷ്ടമായി പോയി എന്നൊരു ചിന്തയുണ്ട്. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, വളരെ സെൽഫിഷായിട്ടാണ് ഈ പേഴ്സൺ പെരുമാറിയത് എന്നൊരു ബോധം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിച്ചാലും നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല ഈ പേഴ്സണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ധൈര്യം സംഭരിക്കുക, നിങ്ങളോട് സംസാരിക്കണമെങ്കിലും നിങ്ങളോട് വന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ ഏറ്റു പറയണമെന്നുണ്ടെങ്കിലും തെറ്റാണ് ചെയ്തതെന്ന് പറയണമെന്നെങ്കിലും അതിനൊരു ധൈര്യം വേണം. അപ്പോൾ പേഴ്സൺ ഇപ്പോൾ ധൈര്യം കുറവാണ്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പോൾ തൽക്കാലം നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സൺ. ഭയങ്കര സെൽഫിഷായിട്ടാണ് പെരുമാറിയെന്നുള്ളൊരു ബോധമുണ്ട് ഇപ്പോൾ കേട്ടോ. അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ്, പക്ഷെ നിങ്ങളുമായിട്ട് വന്നിട്ടൊരു ബഹളം ഉണ്ടാക്കണം എന്ന് പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ഒരു സീൻ ആകണം എന്ന് ആഗ്രഹിക്കുന്നില്ല ഈ പേഴ്സൺ കേട്ടോ. ഇതെല്ലാം എങ്ങനെയെങ്കിലും ഈ സിറ്റുവേഷൻ ഒന്ന് കൈപ്പിടിയിൽ ഒതുക്കണം, ഇതൊന്ന് ഒതുക്കി തീർക്കണം എന്നാണ് നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ ഈ പേഴ്സൺ എടുക്കുമോ? ഈ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ ഈ സിറ്റുവേഷനിൽ? ഈ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? ആക്ഷൻ എടുക്കാനൊരു മടിയുള്ള ഒരാളാണ്. കാരണം ഇത് തീരുമാനമായിട്ടില്ല. എന്താണ് നിങ്ങളോട് സംസാരിക്കേണ്ടത്, എന്ത് മുഖത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുകയെന്ന് ഈ പേഴ്സൺ അറിയില്ല. അപ്പോൾ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ ഒരു ലോങ് ടേം പ്ലാനൊന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വന്നു കഴിഞ്ഞ് നിങ്ങളോട് സംസാരിച്ച് കഴിയുമ്പോഴല്ലേ ഇത് എന്തെങ്കിലും വഴിത്തിരിവാകുമോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് പ്ലാനിങ് ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഈ പേഴ്സൺ. ഇപ്പോൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് എന്നുവെച്ചാൽ നിങ്ങൾ സ്വീകരിക്കുമോ, എന്താണ് സിറ്റുവേഷൻ ആവാൻ പോകുന്നതെന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ആക്ഷൻ എടുക്കും ഈ പേഴ്സൺ. പക്ഷേ ഇതിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്തായാലും ഞാൻ ഇട്ടിട്ട് പോയതാണ്, എന്നാലും ലാസ്റ്റ് ഒരു ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കായിരിക്കും ഈ പേഴ്സണെ. അപ്പോൾ ഈ പേഴ്സൺ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നില്ലായിരിക്കാം. എന്നാലും ഈ പേഴ്സൺ ലാസ്റ്റ് ഒരു ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതൊരു എന്താ പറയുക, ബാലൻസ് സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ മിക്കവാറും ഈ പേഴ്സണെ ഉപേക്ഷിച്ച് കളയും, ഇനി വേണ്ട എന്നൊരു തീരുമാനമെടുക്കും എന്നൊരു ചിന്ത ഈ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. എന്നാൽ ഒരു ക്ലോഷർ വേണം. ക്ലോഷർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സിറ്റുവേഷനിൽ
ഇപ്പോൾ ചിലർ ഇപ്പം നിങ്ങളും കാത്തിരിക്കുകയാണ്. കാരണം ഈ പേഴ്സൺ പോയി, മിണ്ടാതെയാണ് പോയത്. ഇനി തിരിച്ചു വരുമോ എന്നറിയില്ല. അപ്പം ഞാൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോകുമ്പോൾ അത് വേറെ. അപ്പം നമുക്കറിയാം ഇനി വരില്ല, കഴിഞ്ഞു, ആ പേഴ്സൺ കല്യാണം കഴിച്ച് പോയി എന്നറിയാം. പക്ഷെ ഇവിടെ ഈ പേഴ്സൺ എന്താണ്, തിരിച്ചു വരുമെന്നും അറിയില്ല. അപ്പം നിങ്ങൾക്കൊരു ക്ലോഷർ കിട്ടിയിട്ടില്ല, ഈ പേഴ്സണും ക്ലോഷർ കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കൊരു ക്ലോഷർ തരാനോ എന്ന് വെച്ചാൽ ഇത് തീർന്നു എന്നൊരു തീരുമാനത്തിലെത്തുക, അല്ലെങ്കിൽ രണ്ടാമത് റിലേഷൻഷിപ്പ് തുടങ്ങുക. ഇതാണ് ഈ പേഴ്സണിൻ്റെ ഉദ്ദേശം. അത് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് അനുസരിച്ചിരിക്കും കേട്ടോ. Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Taurus, Libra, Leo, Capricorn, Cancer, Pisces, Scorpio, Sagittarius, Virgo, Aquarius, Libra, Gemini, Aquarius, Taurus, Aries, Leo, Sagittarius, Taurus, Libra, Taurus, Virgo, Capricorn, Scorpio, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് റെഡിലേക്കാണ്. റെഡിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ റെഡിൻ്റെ റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ് നമ്മൾ ആദ്യം എടുക്കുക. റെഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ് നോക്കുന്നത്. കാർഡ്സ് എല്ലാം കൂടെ ക്ലിങ് ചെയ്തിരിക്കുന്നു. റെഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ് ഭഗവാനെ. ഓക്കെ, ഇവിടെ പറയുന്നത് കറക്റ്റിങ് യുവർ മിസ്റ്റേക്സ്. അപ്പോൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം എന്നാണ് പറയുന്നത്. കറക്റ്റിങ് യുവർ മിസ്റ്റേക്സ് കേട്ടോ, അത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. തെറ്റുകൾ തിരുത്തുക, അതാണ് പറയുന്നത്. ഓക്കെ, അത് ഞാൻ വിശദീകരിക്കണ്ടല്ലോ. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം എന്നാണ് പറയുന്നത്. കാരണം കടങ്ങളായിട്ട് മാറും അതൊക്കെ. ഓക്കെ, ഒരു കാർഡാണ് വീണേക്കുന്നത്, തോട്ട്സ്. കാർഡ് കയറി ചിന്തിക്കുന്ന ആളുകൾ കേട്ടോ. എന്തുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വരെ എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകൾ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലരിങ്ങനെ നമ്മൾ ആലോചിക്കും, ദൈവമേ ഞാനിങ്ങനെ ആരോടും ഒന്നും തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് എനിക്കിങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത് എന്ന് ചിന്തിക്കുന്ന നമ്മൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കില്ല. മനുഷ്യനായാൽ തെറ്റ് ചെയ്യും. അത് നമ്മളുടെ കണ്ണിൽ വലുതോ ചെറുതോ ആയിരിക്കട്ടെ. തെറ്റ് നമ്മൾ ആരോടാണ് ചെയ്യുന്നത്, അവരുടെ കണ്ണിൽ ചിലപ്പോൾ ആ തെറ്റുകൾ വലിയ തെറ്റുകളായിരിക്കാം. അതുകൊണ്ടാണ് തെറ്റുകളെ തിരുത്തണം എന്ന് പറഞ്ഞത്. വെറുതെ നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുന്നതെന്ന് പറഞ്ഞ് കാട് കയറി ചിന്തിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. റെഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്സ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുക നിങ്ങളുടെ പാസ്റ്റ് പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ്, ഓവറോൾ എനർജി എന്താണ്, ആ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്, അത് നമ്മൾ നോക്കുന്നത്. എന്ത് എനർജിയിലാണ് പേഴ്സൺ. ഒരു ശബ്ദം കുറിച്ച് ആ പേഴ്സൺ എന്ത് എനർജിയിലാണ്. ടവർ, ആ പേഴ്സണൽ ലൈഫിൽ എന്തോ ഒരു വലിയ ടവർ മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ.
എന്ന് വെച്ചാൽ ആ പേഴ്സൺ പ്രതീക്ഷിക്കാത്ത ഒരു അത്യാഹിതം ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും മന്ദഗതിയിലാണ് നടക്കുന്നത്, എല്ലാം വളരെ സ്ലോ ആയിട്ടാണ് ഈ പേഴ്സൻ്റെ ലൈഫിൽ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു അനുഭവം കൊണ്ടായിരിക്കാം ഈ പേഴ്സൺ, ഇതൊരു കർമ്മഫലമാവാം ഈ പേഴ്സൻ്റെ, അതുകൊണ്ടായിരിക്കും ഈ ഓറക്കൽ മെസ്സേജ് വന്നേക്കുന്നത്. ഈ പേഴ്സൻ്റെ ലൈഫിൽ ഒരു വലിയ ടവർ മൊമെൻ്റ് ഉണ്ടായി, അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ കുറേ പാഠങ്ങൾ പഠിച്ച പോലെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെയാണ്, പഴയ പോലെ അല്ല. പണ്ട് ഭയങ്കര കള്ളത്തരം ഉണ്ടായിരുന്ന ആളാണെങ്കിൽ ഇപ്പം അതുപോലെ വളരെ സീക്രട്സ് വെച്ചിരുന്ന ആളാണ്, പല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ആളാണെങ്കിൽ ഇപ്പം അതെല്ലാം തുറന്ന് പറയണം. ഇപ്പം അങ്ങനെയുള്ള സ്വഭാവം ഒന്നുമില്ലാത്ത, അതിൽ നിന്നൊക്കെ ഒഴിവായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഈ പേഴ്സൻ്റെ എനർജി ഇപ്പോൾ കാണിക്കുന്നത്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. എന്തായിരുന്നു ഈ പേഴ്സണൽ ലൈഫിലുണ്ടായ ടവർ മൊമെൻ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം. എന്ത് ടവർ മൊമെൻ്റാണ് ഈ പേഴ്സണൽ ലൈഫിലുണ്ടായത്? എന്ത് ടവർ മൊമെൻ്റാണ്? എന്തോ ഒരു സിറ്റുവേഷൻ അവസാനിക്കും. ഈ പേഴ്സൺ കല്യാണം കഴിഞ്ഞായിരുന്നു. ഈ പേഴ്സൺ ആരെയോ കല്യാണം കഴിച്ചു, വിവാഹ ജീവിതം. അപ്പം ആ കല്യാണം കഴിച്ച ആൾ ഈ പേഴ്സണെ വഞ്ചിച്ചു. അത് ഈ പേഴ്സൻ്റെ കർമ്മഫലമാണ്. അപ്പോൾ അതാണൊരു ടവർ. അപ്പോൾ ഈ പേഴ്സൺ ആ പാർട്ട്ണറെ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിട്ടുണ്ടാവാം. ഈ പേഴ്സൺ ഭയങ്കര ഉഴപ്പായിരുന്ന ഒരാളാണ്, പക്ഷേ അവസാനം ചെന്ന് ആരോട് സീരിയസ് ആയി അവരെ വിവാഹം കഴിച്ചു. പക്ഷേ അവർ നിങ്ങളുടെ പാസ്റ്റ് പേഴ്സണെ വഞ്ചിച്ചു. അപ്പോൾ അതാണ് ഈ പേഴ്സണൽ ലൈഫിലെ ഏറ്റവും വലിയ ടവർ മൊമെൻ്റായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറേ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ഈ പേഴ്സൺ ഇപ്പോൾ വളരെ കെയർഫുള്ളാണ്. ഇപ്പോൾ എന്താ പറയുക, ആ സിറ്റുവേഷനൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട് ഈ പേഴ്സൺ. അപ്പോൾ അതിനാണ് പേഴ്സണ് തിരിച്ചടി കിട്ടിയത്. ആ പേഴ്സൺ ആ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് വിട്ടു. ആ പേഴ്സൻ്റെ ഇപ്പോൾ അവർ സെപ്പറേറ്റഡ് ആണ്, പക്ഷേ ഡിവോഴ്സ് നടന്നിട്ടില്ല, ഡിവോഴ്സ് പ്രോസസ്സ് തീർന്നിട്ടില്ല. ഇപ്പോൾ ഡിവോഴ്സ്ഡ് അല്ല, പക്ഷേ സെപ്പറേറ്റഡ് ആണ് കേട്ടോ. ഈ പേഴ്സൺ പഠിച്ച പണി 18 നോക്കി ആ സിറ്റുവേഷൻ പിടിച്ചു വെക്കാനായിട്ട് നടന്നില്ല. അതൊരു ബ്രേക്കിലേക്ക്. അപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ അവർ ചതിച്ചെങ്കിലും ആ പേഴ്സൺ അത് ചിലപ്പോൾ അവരോട് ക്ഷമിക്കാനായിട്ടുള്ള ഒരു ഇതുണ്ടായിട്ടുണ്ട്. പക്ഷേ അവർക്കൊരു തേർഡ് പേഴ്സൺ ഉണ്ട്. നിങ്ങളുടെ പാസ്റ്റ് പേഴ്സണിൻ്റെ കറണ്ട് പേഴ്സൺ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അപ്പോൾ ആ പേഴ്സണായിട്ട് മുമ്പോട്ട് പോകാനായിരിക്കാം നിങ്ങളുടെ പാസ്റ്റ് പേഴ്സണിൻ്റെ പാർട്ട്ണർക്ക് ഇൻട്രസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ സെപ്പറേറ്റഡ് ആണ്, നിങ്ങളുടെ പാസ്റ്റ് പേഴ്സണും അവരുടെ കറണ്ട് പാർട്ട്ണറും. അതൊരു വൈഫോ ഹസ്ബൻഡോ ആണ്, കാരണം മാരേജ് കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അവർ ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ്, ഡിവോഴ്സ് നടന്നിട്ടില്ല, അത് നടക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു എനർജിയിലാണ് ഇയാൾ. ഭയങ്കര എന്താ പറയുക, ഒരു തകർന്ന നിലയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ. അതാണ് ആ പേഴ്സൻ്റെ എനർജി. ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇത് ആ പേഴ്സൻ്റെ എനർജിയാണ്. ഇനി നമുക്ക് ആ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? പാസ്റ്റ് പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഈ വണ്ടികൾ കുടുകുടുകുടുകുടുന്നത് എവിടെ നിന്ന് എന്തിനാ ഇത്ര അലോസരപ്പെട്ടുന്ന സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത് എനിക്ക് മനസ്സിലാവില്ല. ശരിക്കും പറഞ്ഞാൽ ആൾക്കാരുടെ അടുത്ത് നിന്ന് ഇവർ ഈ റേസ് ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർ പേടിക്കും. സ്കൂട്ടറിലൊക്കെ പോകുന്നവരെ പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇതൊക്കെ നിർത്തിക്കളയേണ്ട സമയം കഴിഞ്ഞു. നിയമം ഉണ്ടെങ്കിലും ഇതൊന്നും വെറുതെ ഭയങ്കര. ഇതൊരു കോളനിയാണ്, ഇതിനകത്തിട്ടിട്ടാണ് ഈ പൊട്ടിച്ചുകൊണ്ട് നടക്കുന്ന പയ്യൻ. കുറേ പിള്ളേരുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഒരു ന്യൂ ബിഗിനിങ്. ഓക്കെ, ഇത് ഒരു റിലേഷൻഷിപ്പ് ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഭയങ്കര മോശമായിരുന്നു. അതൊരു ഡിവോഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പേഴ്സൺ കുറേ അത് മുതുകലേറ്റാനായിട്ട് നോക്കി കുറേ. എന്നുവെച്ചാൽ പോട്ടെ എന്ന് വച്ചിട്ട് കാരണം അത്രയും ഇഷ്ടമായിരുന്നു ഈ പേഴ്സണ്. പക്ഷെ എന്നാലും ഒരു രക്ഷയില്ല. അവസാനം അടിപിടിയായിട്ട് ഇത് വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തത് ആ കറണ്ട്. പക്ഷേ എന്നാലും ഈ പേഴ്സണ് ഇപ്പോഴത്തെ പേഴ്സണായിട്ടാണ് ഈ പേഴ്സൺ ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആണ്. അപ്പോൾ ഈ പേഴ്സൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച ആളുമായിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിലേക്ക് തിരിച്ചു പോകാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കണം.
അപ്പോൾ ഇമോഷണലായിട്ട് ചിന്തിക്കേണ്ട. ഞാൻ ഇമോഷണലായിട്ട് ഞാനും കുറേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഇവരങ്ങനെ ഒരു തെറ്റ് ചെയ്തെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ക്ഷമിച്ചോളാം, ഈ റിലേഷൻഷിപ്പിൽ രണ്ടാമത് നമുക്ക് തുടങ്ങാം, ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെയാണ്. ഇതിലെങ്ങനെയെങ്കിലും നമ്മൾക്ക് ഈ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്തെടുപ്പിക്കാം എന്നൊക്കെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. വെച്ചാൽ ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്തെടുപ്പിക്കണം എന്ന് വെച്ചാൽ അത് വിട്ട് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പേഴ്സണ്. അപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പോൾ ഹാർട്ട് ബ്രേക്ക് ആയതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര സങ്കടമാണ് പേഴ്സൺ. അപ്പോൾ ഭയങ്കര തകർന്ന ഒരു സിറ്റുവേഷനാണ് ഈ പേഴ്സണ് ഇപ്പോഴത്തെ കല്യാണം കഴിച്ച കൂടെ അല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷനാണ്. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സൻ്റെ? നിങ്ങളോട് ചിലപ്പോൾ ഒരു ക്ഷമാപണം ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ടായിരിക്കാം. നോക്കട്ടെ. നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. പേഴ്സൺ നിങ്ങളുടെ കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല. ഈ പേഴ്സൺ ഇപ്പോഴത്തെ സിറ്റുവേഷനെ ഓർത്തിട്ടാണ് ടെൻഷൻ അടിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഈ പേഴ്സൺ ചിന്തിക്കുന്നില്ല. പാസ്റ്റിലുണ്ടായിരുന്ന സിറ്റുവേഷനൊന്നും ഈ പേഴ്സൺ ചിന്തിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഈ പേഴ്സൺ ഒരു കാർഡേ വീണുള്ളൂ. ഇത് 3 ഓഫ് കപ്സ് ആണ്, റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ പണ്ടത്തെ കാര്യങ്ങളൊന്നും റീകൺസിലിയേഷനൊന്നും നിങ്ങളായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ പേഴ്സൺ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളായിട്ട് റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നു. ഈ പേഴ്സൺ റീകൺസിലിയേഷനൊന്നും നിങ്ങളായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒന്ന് നോക്കാം നമുക്ക്. ഈ പേഴ്സൺ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പെട്ടുകിടക്കുകയാണ്. അപ്പോൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു അടി. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട്, പക്ഷെ നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പിലേക്ക് ഈ പേഴ്സൺ വരില്ല. ചിലപ്പോൾ നമ്മൾ വെച്ചാൽ ഇപ്പം നിങ്ങളിപ്പോഴും ഈ പേഴ്സണെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സങ്കടപ്പെടുമ്പോഴത്തേക്കും പഴയ ആൾക്കാരെയൊക്കെ പഴയ റിലേഷൻഷിപ്പിനൊക്കെ വെറുതെ ഒരു താങ്ങും തണലും വെറുതെ നമ്മുടെ കഥയെല്ലാം പറയാൻ വേണ്ടിയിട്ട് ആരെങ്കിലും നോക്കിയിരിക്കുകയായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മെസ്സേജ് വരുന്നു പറഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് മെസ്സേജ് അയക്കും, പക്ഷേ റീകൺസിലിയേഷനുള്ള ഒരു റിലേഷൻഷിപ്പിനും വേണ്ടി ആഗ്രഹിക്കുന്നില്ല. വെറുതെ നിങ്ങളൊരു അത്താണിയാവണമെന്ന് സംസാരിക്കാൻ ഒരാൾ വേണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വഴിയുണ്ട്, നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ വഴിയുണ്ട്. പക്ഷേ നിങ്ങളെ വിവാഹം കഴിക്കാനോ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനോ അല്ല. ഈ പേഴ്സണിൻ്റെ ഈ സിറ്റുവേഷനിൽ നിന്ന് കുറച്ചൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഗുണമില്ല. അപ്പോൾ നിങ്ങളത് ആലോചിച്ച് ഈ പേഴ്സണോട് റിയാക്ട് ചെയ്യുക. ഈ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ മാരീഡ് ആണോ ഇതൊന്നും ഈ പേഴ്സൺ അറിയില്ല. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല ഈ പേഴ്സണ്. അപ്പോൾ നെക്സ്റ്റ് ആക്ഷൻ എടുക്കാൻ വഴിയില്ല. നെക്സ്റ്റ് ആക്ഷൻ ഇത് 10 ഓഫ് സ്വേർഡ്സ് ആണ്. അപ്പോൾ നിങ്ങളായിട്ടുള്ളത് ഇവിടെയും ഇത് തന്നെ, ഇവിടെയും ഇത് തന്നെ. ഈ പേഴ്സൺ അടുത്ത ആക്ഷൻ എടുക്കുകയെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് നിന്നതാണ്, നിങ്ങളെ ചതിച്ചിട്ട് പോയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കിങ് ഓഫ് സ്വേർഡ്സ് ആണ്, കിങ് ഓഫ് വോൺസ് ആണ് കാണിക്കുന്നത്. ഇവിടെ ഒരു എന്താ പറയുക, ഒരു റീകൺസിലിയേഷൻ പോസിബിൾ ആണെന്ന് തോന്നുന്നില്ല ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് ആക്ഷൻ എടുക്കാൻ പോകുന്നത്. നിങ്ങളോടുള്ള ആക്ഷൻ അല്ല ഇത്. എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പോകുന്ന ഈ പേഴ്സൻ്റെ സിറ്റുവേഷനിലേക്കാണ് ആക്ഷൻ എടുക്കാൻ പോകുന്നത്. ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പാർട്ട്ണറായിട്ട്, നിങ്ങളായിട്ടല്ല. നിങ്ങളായിട്ട് ആ പേഴ്സൺ ബോധഡ് അല്ല. നിങ്ങൾ ഈ പേഴ്സണെ ഇഷ്ടപ്പെടുന്നുണ്ടോ, വെയിറ്റ് ചെയ്യുന്നതല്ല. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? വെറുതെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്. എനിക്കിങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഞാനിങ്ങനെ റിലേഷൻഷിപ്പിൽ പോയി, അപ്പോൾ ഇതിങ്ങനെ ഭയങ്കര സങ്കടമായി, എനിക്ക് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കഥ പറയാൻ വേണ്ടിയിട്ട്, ആരോടെങ്കിലും ഉള്ളു തുറക്കാൻ. അപ്പം റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന നിങ്ങൾ രണ്ടുപേരും ആകുമ്പോൾ ആ പേഴ്സൺ ഓപ്പണായിട്ട് സംസാരിക്കാം. എന്നാൽ ആ പേഴ്സൺ ആലോചിക്കുന്നില്ല നിങ്ങൾ എന്തോരം ഹേർട്ടാവും എന്നുള്ള കാര്യം. അപ്പോൾ ഭയങ്കര സെൽഫിഷായ ഒരു എനർജിയാണ്. സെൽഫിഷാണിത്, സർപ്പമാണ്. അപ്പോൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നത് ആ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. അതല്ലാതെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങാനല്ല. അത് മനസ്സിൽ വെക്കുക ഈ പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ. Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Leo, Aries, Leo, Sagittarius, Taurus, Libra, Taurus, Virgo, Capricorn, Gemini, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Aquarius, Libra, Gemini. പിന്നെ Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Scorpio. നമ്മൾക്ക് ചില ഫ്രണ്ട്സ് ഇല്ലേ, അവർക്ക് സങ്കടങ്ങളുള്ളപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ കഥകൾ പറയാൻ. നമ്മൾക്ക് സുഖമാണോ, നിനക്ക് എങ്ങനെയുണ്ട് എന്ന് ഒരിക്കലും ചോദിക്കാറില്ല അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും.
മനസ്സിലാവുണ്ട്. അങ്ങനെയുള്ള ചില ഫ്രണ്ട്സ് അവർ സ്ഥിരമായിട്ട് വിളിക്കുകയും ചെയ്യും. എന്നിട്ട് അവരുടെ കഥകൾ മുഴുവൻ നമ്മളോട് പറയും. നമ്മൾക്ക് സുഖമാണ് ദൂരം, അവർക്കറിയേണ്ട കാര്യമില്ല. അങ്ങനെ ചില ഫ്രണ്ട്സ് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഇതും അതുപോലത്തെ ഫ്രണ്ട്സ് അല്ല, റിലേഷൻഷിപ്പ് ആയിരുന്നു. എന്നാൽ ഈ പേഴ്സൺ അതുപോലത്തെ ഒരു പേഴ്സണാണ്. യെല്ലോ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് അടുത്തത്. നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ്. യെല്ലോ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ് ഭഗവാനെ. ഇവിടെയും മിസ്റ്റേക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെയും കറക്റ്റിംഗ് മിസ്റ്റേക്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ തെറ്റ് ചെയ്തവർ തിരുത്തുക എന്നാണ് പറയുന്നത്. അതൊരു ഓറക്കിൾ മെസ്സേജ്. ഇനി വരുന്നത് അടുത്ത ഓറക്കിൾ മെസ്സേജ് നോക്കാം. ആദ്യത്തെ റീഡിങ്ങിൽ മാത്രമേ കുറേ കാർഡ്സ് വന്നുള്ളൂ. അത് കാരണം കുറേ പേര് ആ കളറിൽ ബ്ലാക്ക് ചൂസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഭഗവാനെ യെല്ലോ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ്. ഓക്കെ, സർപ്രൈസ് വരുന്നുണ്ട് കാർഡ്. അപ്പോൾ ആർക്കും ഒരു സർപ്രൈസ് വരുന്നുണ്ട്. ഒരു ലോഡ് എന്ന് പറഞ്ഞാൽ ഇത് ലാൻഡ് ലോഡ് ആവാം, നിങ്ങളുടെ വീട്ടുടമസ്ഥൻ, അങ്ങനെ ആരെങ്കിലും ആവാം. പിന്നെ കോൺസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരേപോലെ തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ് അതുപോലെ തന്നെ മുമ്പോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് ഒരു വിഡോവർ, വിധവൻ എന്നാണ് പറയുക, അല്ല, ഭാര്യ മരിച്ച ഒരാൾ. അപ്പോൾ അവരുടെ ശവകുടീരത്തിൽ പോയിട്ട് ഇയാൾ റീത്ത് വയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആരോ ഒരാളായിട്ട് നിങ്ങൾ കണക്ഷൻ ഉണ്ടോ ആർക്കെങ്കിലും, അതൊരു ഓറക്കിൾ മെസ്സേജ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ് നമുക്ക് ആദ്യം നോക്കാം. നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? ഇത്രയും കാർഡ്സ് എടുക്കാൻ പറ്റില്ല. ഒരു കാർഡ്, 2 കാർഡ് തരണം പ്ലീസ്. കൂടുതൽ കാർഡൊന്നും എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് കാർഡ്. ഹെയർഫാണ്ട് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് എനിക്ക് തോന്നും ഇതൊരു മതവുമായിട്ട് ഒരു ബന്ധപ്പെട്ട ഒരാൾ, പള്ളിയിൽ അച്ഛനോ അതല്ലെങ്കിൽ പാസ്റ്ററോ അല്ലെങ്കിൽ മുസ്ലിംസിൻ്റെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരോ, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാളോ, പൂജാരി, അല്ലെങ്കിൽ അങ്ങനെ ഈ പ്രശ്നം വെച്ച് നോക്കുന്ന അങ്ങനത്തെ ഒരു ഇതാണ്, മതമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാളാണോ? പിന്നെ ഉള്ളത് വളരെ കൺസർവേറ്റീവായിട്ടുള്ള, വളരെ ഡിസിപ്ലിൻഡായിട്ട് മതം എങ്ങനെയാണ് മതം അതുപോലെ അതിലനുശാസിക്കുന്ന കാര്യങ്ങൾ പോലെ ജീവിക്കുന്ന ഒരു എനർജിയാണത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു, ചിലപ്പോൾ ഒരു വിശ്വാസത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഒരു കൺവേർട്ട് ചെയ്യാൻ പോകുന്ന ഒരാളായിരിക്കാം. അപ്പോൾ ഈ പേഴ്സൺ റിസ്ക് എടുക്കാൻ പോവുകയാണ്, എന്തോ ഒരു കാര്യത്തിന് വേണ്ടി മറ്റൊരു മതത്തിലേക്ക് പോകാനോ എന്തോ ആഗ്രഹിക്കുന്ന ഒരാളാണ്, അങ്ങനെ ചെയ്യാനായിട്ട് പോകുന്ന ഒരാളെ പോലെ. അപ്പോൾ അത് റിസ്ക്കാണ്. അത് എന്ന് വെച്ചാൽ രണ്ടും കൽപ്പിച്ച് ഇറങ്ങുകയാണ്, മനസ്സിലായി? വിശ്വാസം കൊണ്ടല്ല, വേറെ എന്തോ സിറ്റുവേഷൻ കൊണ്ട് അതിലേക്ക് പോകുന്ന ഒരാൾ, അങ്ങനെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എനർജി. പക്ഷേ പതുക്കെ വളരെ സ്ലോ ആയിട്ടാണ് ഈ മൂവ്മെൻറ്റ്.
പക്ഷേ അങ്ങനെ മനസ്സിലുണ്ട് ഈ പേഴ്സൻ്റെ. ടോറസ് വെർഗോ കാപ്രിക്കോൺ അക്വാരിയസ്. ഇനി നമുക്ക് നോക്കാം ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ്. ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഹാപ്പിയാണ് പേഴ്സൺ. സൺ കാർഡ് ഉണ്ട്. കൂടുതൽ ക്ലാരിറ്റി, ക്ലിയർ ആവുന്നുണ്ട് കുറേ കാര്യങ്ങൾ. പിന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഒരു മജീഷ്യൻ എന്ന് പറഞ്ഞാൽ മിറക്കിൾസ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്. കൺകെട്ട് വിദ്യക്കാരൻ. അപ്പോൾ മജീഷ്യൻ എന്ന് പറഞ്ഞാൽ ആകാശത്തുള്ളതെല്ലാം ഭൂമിയിൽ കൊണ്ടുവരാൻ കഴിവുള്ള ആൾ എന്ന് വെച്ചാൽ മായാജാലക്കാരൻ അങ്ങനെയാണ്. അപ്പോൾ ഭയങ്കര കഴിവുള്ള ഒരു സിറ്റുവേഷനാണിത്. പിന്നെയുള്ളത് ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ പേഴ്സൺ എന്തൊക്കെയോ ആഗ്രഹിച്ചു, മനസ്സിലായി? സന്തോഷം ആരാണ് ആഗ്രഹിക്കാത്തത്? അതല്ല, ഈ പേഴ്സൺ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. വളരെ സന്തോഷത്തിലായിരുന്നു ഈ പേഴ്സൺ. അപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ ജെമിനായോ സോഡിയാക് സൈനായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവാം. അപ്പോൾ ഈ പേഴ്സൺ കോൺസ്റ്റൻ്റ് ആയിട്ട്, ഈ പേഴ്സൺ ചിലപ്പോൾ ലിയോ ആയിരിക്കാം, മനസ്സിലായോ? ആവാം, അല്ലെങ്കിൽ ടോറസ് അക്വാരിയസ്, ആര് വേണമെങ്കിൽ ആവാം. പക്ഷേ ഇവിടെയാണ് ഇതൊക്കെയാണ് സോഡിയാക് സൈൻ. അപ്പോൾ ലിയോയിൽ നിന്ന് ജെമിനായിലേക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് കോണ്ടാക്റ്റ് പോകുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഇവരോട് ഭയങ്കര കണക്ഷനായിരുന്നു. പിന്നെ അതൊരു ഡിസപ്പോയിൻമെൻറ്റിലേക്ക് പോയി, മനസ്സിലായി? എന്തുകൊണ്ടാണ് ഇവിടെ ഡിസപ്പോയിൻമെൻറ്റ് വന്നത്? അപ്പോൾ ഇപ്പോൾ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട് ഈ പേഴ്സൻ്റെ മനസ്സിൽ. ആ ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത് ബ്രേക്കായി. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ. അപ്പോൾ ചിലപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു മതപരിവർത്തനം വരുത്താൻ പോയത് ഈ പേഴ്സൺ. പക്ഷേ അതിനു മുമ്പേ ഇവരായിട്ട് ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇത് റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ രണ്ട് മതത്തിൽപ്പെട്ടവരായിരുന്നായിരിക്കും. ഈ പേഴ്സൻ്റെ മതത്തിലുള്ള ആളായിരിക്കില്ല ഈ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ ഉള്ള ആൾ. അപ്പോൾ ഇവർക്ക് വേണ്ടിയാണ് മതം മാറുന്നത്. അപ്പോൾ ആദ്യം ഇതിനെതിരായിട്ട് നിന്നിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫ്യൂച്ചർ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഈ പേഴ്സൺ മനസ്സോടെ ഈ സ്നേഹിച്ച ആളെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മതപരിവർത്തനത്തിന് തയ്യാറാകുന്ന പോലെയാണ് സിറ്റുവേഷൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സണ് നിങ്ങളോട് ഇപ്പോൾ ഉള്ള ഫീലിങ്സ് എന്താണ്? ഇപ്പോൾ ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഈ പേഴ്സണ് നിങ്ങളോട് ഇപ്പോൾ എന്താണ് ഫീലിങ്സ്? ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് എന്താണ് ഫീലിങ്സ്? പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് എന്താണ് ഫീലിങ്സ്? കാർഡ് മറിഞ്ഞു അങ്ങോട്ട് തിരിഞ്ഞിട്ട്. ഓക്കെ, മനസ്സില്ലാതെ മനസ്സോടെ വീണ കാർഡ്സാണ് രണ്ടും റിവേഴ്സാണ്. ഒരു ഇത് അപ്രൈറ്റ് ആണ്. 10 of Pentacles. 10 of Pentacles പറഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, അല്ലേ? ഇത് ചിലപ്പോൾ മാരേജ് ആയിരിക്കാം, അല്ലെങ്കിൽ കമ്മിറ്റഡ് ആണ്. രണ്ടുപേരും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചിരുന്ന 10 ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങളോട്. ആ ഒരു ഫീലിങ്സ് ആയിരുന്നു. പക്ഷേ ഈ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്തില്ല. എന്തുകൊണ്ടാണത് നോക്കാം. വളരെ പെർഫെക്റ്റ് ആയിരുന്ന ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെയും ഈ പേഴ്സൻ്റെയും. പിന്നെ എന്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യാതിരുന്നത്? ഇത് ഒരു ബാലൻസ് ഇല്ലായിരുന്നു. ഇവിടെ കുറേ കള്ളത്തരമൊക്കെ ഉണ്ടായിരുന്നു റിലേഷൻഷിപ്പിൽ. അപ്പോൾ ഈ പേഴ്സൺ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ട് റിലേഷൻഷിപ്പ് ആരുടെയോ ഒരു കള്ളത്തരം കൊണ്ടാണ്. ഇപ്പോൾ ആ പേഴ്സൺ ചിലപ്പോൾ കള്ളത്തരം ചെയ്തിട്ട് അത് പറഞ്ഞിട്ട്, കള്ളത്തരമല്ല തെറ്റ് ചെയ്തിട്ട് അത് പറയുകയോ ആരോ കണ്ടുപിടിക്കുകയോ ചെയ്തപ്പോഴാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയത്. അപ്പോൾ ആ പേഴ്സൺ ആ ഒരു ഓർമ്മയുണ്ട്, നിങ്ങളുടെമായിട്ടുള്ള റിലേഷൻഷിപ്പ് പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ എന്തോ ഒരു തെറ്റ് നടന്നിട്ട് അത് കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ബാലൻസ് പോവുകയാണ് ചെയ്തത്. നല്ലൊരു റിലേഷൻഷിപ്പാണ്, ഭയങ്കര വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വിശ്വാസം നഷ്ടപ്പെടുകയാണ് ചെയ്തത് നിങ്ങളോട്. അപ്പോൾ ആ പേഴ്സൺ അതാണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിംഗ്. അതേ ഫീലിങ്സിലാണ് ഇപ്പോഴും. ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സൺ തെറ്റ് ചെയ്തത് കണ്ടുപിടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങൾ ചെയ്ത തെറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിനൊരു നെഗറ്റീവ് റിസൾട്ടാണ് വന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? നിങ്ങളോട് എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? ഈ പേഴ്സൺ നിങ്ങളോട് എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ?
ഈ പേഴ്സൺ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊരു, അപ്പോൾ ഇത് നിങ്ങളായിരിക്കാം രണ്ട്, ഇത് മൊത്തം നിങ്ങളുടെ ആയിരിക്കാം. പാസ്റ്റിൽ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം പറ്റില്ല എന്ന് വെച്ചാൽ നിങ്ങൾ 2 മതത്തിലുള്ള ആളുകളായിരിക്കാം. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയത് മറ്റേ ആൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഈ പേഴ്സൺ, അങ്ങനെയാണ് എനിക്ക് ഇവിടെ കാണുന്നത്, കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഈ പേഴ്സണ് അന്ന് സൗകര്യമില്ലായിരുന്നു, പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഈ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യാതിരിക്കുന്നത് കൊണ്ട്, ഇപ്പം നിങ്ങൾ സെപ്പറേറ്റ് ആയതുകൊണ്ട് ഈ പേഴ്സൺ ഹാർട്ട് ബ്രോക്കൺ ആണ്. അപ്പോൾ എന്തും നിങ്ങളോട് ഇപ്പം മനസ്സോടെ നിങ്ങളുടെ ഇതിലേക്ക് വരാമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഈ പേഴ്സൺ കേട്ടോ. ഇപ്പം നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് നിങ്ങളാണ് പെർഫെക്റ്റ്, അതാണ് ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസ് കണ്ടത്. അപ്പോൾ അതൊരു നിങ്ങൾ വർക്ക് ചെയ്യാതിരുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലേക്ക് പോയത്. അപ്പോൾ ബാലൻസ് കൊണ്ടുവരണം അതിന് വേണ്ടി ഈ പേഴ്സൺ. പക്ഷെ എന്നാൽ ഈ പേഴ്സണ് മതം മാറാൻ റെഡിയാണെങ്കിലും ഈ പേഴ്സണ് ഇവിടെ ഒരു എന്താ പറയുക, ഭയങ്കര സ്റ്റബണായ ഒരാളാണ് കേട്ടോ. ചെയ്യേണ്ടെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്നാലും നിങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ അത് ചെയ്യാൻ ആവുകയാണ്. അപ്പോൾ നിങ്ങളെങ്ങനെ കോണ്ടാക്ട് ചെയ്യണം എന്ന് വെച്ചാൽ ഈ പേഴ്സൻ്റെ വില പോകരുത്. ഇതിപ്പം ഞാൻ റെഡിയാണ്, നീ ഇല്ലാണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ ചിലർ പറയില്ലേ, ഇതിപ്പോൾ ഭാര്യയോട് ചിലർ പറയാറുണ്ട്, ഭാര്യമാരോട് അങ്ങനെ അവരുടെ കഴിവിൽ പ്രശംസിക്കാൻ പാടില്ല, കാരണം ഭാര്യമാർ നമ്മളുടെ തലയിൽ കയറിയിരിക്കുന്നു. ചില ആണുങ്ങൾ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ഭാര്യമാരും അങ്ങനെ ചെയ്യാറുണ്ട്. ഭർത്താക്കന്മാരുടെ കാണാൻ ഭംഗിയുണ്ടെങ്കിൽ അവരോട് അങ്ങനെ പറയില്ല, ഡ്രസ്സ് ചെയ്ത് നല്ലതാണല്ലെങ്കിൽ നിങ്ങൾ നല്ല മനുഷ്യനാണെന്നൊന്നും പറയില്ല, കാരണം ഇവർ അഹങ്കരിച്ചാലോ എന്നൊരു ചിന്ത. പക്ഷെ അങ്ങനെയല്ല, അപ്രീസിയേഷൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുക, വാങ്ങിക്കുക, തമ്മിൽ അപ്രീസിയേഷൻ ചെയ്യണതിന് പ്രശ്നമൊന്നുമില്ല. അത് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും ആൾക്കാരുടെ. അതുപോലെ സ്നേഹം വർദ്ധിക്കുകയും ചെയ്യും. നമ്മളെപ്പോഴും മറ്റേയാളെ താഴ്ത്തി കെട്ടാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ പേഴ്സണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ വലിയ ആളായിട്ടിരിക്കണം എന്നാണ് ഈ പേഴ്സൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൂടാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന ആ കാര്യം ഈ പേഴ്സൺ നിങ്ങളോട് പറയില്ല. ഈ പേഴ്സൺ പറയാൻ പോകുന്നത്, ഞാൻ എങ്ങനെ നിങ്ങളെ കോണ്ടാക്ട്, ഈ പേഴ്സൺ മതം മാറാൻ റെഡി ആയിട്ടുണ്ട്, കാരണം നിങ്ങളില്ലാണ്ട് പറ്റില്ല ഈ പേഴ്സണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ, ഇപ്പോൾ നിങ്ങളാണ് ഈ പേഴ്സൻ്റെ പ്രയോറിറ്റി. അപ്പോൾ ഈ പേഴ്സണ് നിങ്ങളില്ലാണ്ട് പറ്റില്ല, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ പേഴ്സൺ ഇപ്പം മനസ്സിലായി. ചിലപ്പോൾ ആ പേഴ്സൻ്റെ അമ്മയൊക്കെ എതിരായിരുന്നിരിക്കാം, ആരെങ്കിലുമൊക്കെ എതിരായിരുന്നിരിക്കാം മതം മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ പക്ഷേ ആ പേഴ്സൺ അതിനൊക്കെ ആ എതിർപ്പൊക്കെ വകവയ്ക്കാതെ രണ്ടും കൽപ്പിച്ച് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. പക്ഷെ നിങ്ങളെങ്ങനെ കോണ്ടാക്ട് ചെയ്യണമെന്ന് അറിയില്ല പേഴ്സണ്, അതുകൊണ്ടുള്ള ഡിലേ മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ തീരുമാനമെടുത്തിട്ടുണ്ട് ഈ പേഴ്സൺ കേട്ടോ. അപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും എന്തായാലും. അപ്പോൾ ഇതാണ് ഫൈനൽ റീഡിംഗ്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, Aquarius, Libra, Gemini, Aries, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Sagittarius, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Gemini, Aries, Leo, Sagittarius, Leo, Aquarius, Taurus, Virgo, Capricorn, Taurus. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. അപ്പോൾ ഇതോടെ ഇന്നത്തെ റീഡിംഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഇനിയും വേറൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ ദൈവം നിങ്ങൾക്ക് സമാധാനവും സമൃദ്ധിയും സന്തോഷവും നൽകാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.